നമ്മളുടെ ആരാധനാ സമ്പ്രദായത്തിൽ നല്ല ജീവിതത്തിന് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്മേഷത്തിനും ആരോഗ്യത്തിനുമായിട്ട് കുറെ ശീലങ്ങൾ അനുവർത്തിക്കുന്നതിനെ കുറിച്ച് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ശീലങ്ങൾ ഒരു യോഗനിഷ്ഠയോടുകൂടി പുലർത്തുന്നവർക്ക് നല്ല ആരോഗ്യവും മനസ്സുമൊക്കെ ഉണ്ടാകുന്നതാണ്. അത്തരത്തിലൊന്നാണ് കുളി. കുളിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ശ്ലോകം ചൊല്ലി കുളിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നാം എപ്പോഴും കുളിക്കുമ്പോൾ ആ ജലത്തെ ഗംഗയായി സങ്കല്പിച്ചിട്ട് വേണം കുളിക്കാനായിട്ട്. ഗംഗ, യമുന, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി എന്നീ സപ്ത നദികളെ തീർത്ഥമായി നാം കുളിക്കുന്ന ജലത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് കുളിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ്. അങ്ങനെ ഒരു ആധ്യാത്മിക പരിവേഷം നടത്തി കുളിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഊർജം ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. നമ്മുടെ പ്രപഞ്ചത്തിലെ ഊർജം വളരെ ഗംഭീരമാണ്. അത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ വെറുതെ ഒരു കാക്കക്കുളി കുളിച്ചിട്ട് കാര്യമില്ല. ശരീരത്തിലെ മാലിന്യം പോകാൻ മാത്രമല്ല, നമ്മളുടെ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ മാലിന്യങ്ങളെയും കഴുകിക്കളഞ്ഞ് ഒരു പുണ്യ തീർത്ഥ സ്നാനമായിരിക്കണം ഓരോ ദിവസവും നാം നടത്തുന്ന കുളി. കൈക്കുമ്പിളിൽ ജലമെടുത്തുകൊണ്ട് ഗംഗയെ യമുനയെ ചെയ്യുക, ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലൈസ്മിൻ സന്നിധിം കുരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗംഗാജലത്തെ നാം കുളിക്കുന്ന ജലത്തിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് ആ ജലം ഉപയോഗിച്ച് നമ്മളുടെ ശരീരശുദ്ധി വരുത്തുകയാണെങ്കിൽ അതിനൊരു പവിത്രത ലഭിക്കുന്നതാണ്. അതിന് കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി നിന്ന് ചെയ്യുന്നതാണ് ഉത്തമം. പുണ്യതീർത്ഥങ്ങളിൽ കുളിക്കുന്നത് നമ്മളുടെ എല്ലാ വിധത്തിലുമുള്ള പാപങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ഓരോ ദിവസവും നമ്മളുടെ കുളി പുണ്യതീർത്ഥത്തിൽ തന്നെ ആകട്ടെ. അത് നമുക്ക് പാപങ്ങളെ ഇല്ലാതാക്കി പുണ്യഫലം നൽകുന്നതാണ്.